ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മപ്പാസ് ആണ്. അതിനായി 1.5 കിലോ ബീഫാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിനെ ബീഫിനെ ഈ പരുവത്തിലെടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുകയാണ്. അതിലോട്ട് കുറച്ച് കറി ലീവ്സും 1 ടീസ്പൂൺ സോൾട്ടും ആഡ് ചെയ്യാം. അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കറിൽ ഒരു 80% വേവിക്കാൻ വേണ്ടി അടുപ്പ് വെച്ചിരിക്കുകയാണ്. 5 വിസിൽ അടുപ്പിക്കാം. 10-12 പച്ചമുളകിനെ ചതച്ച് വെച്ചിരിക്കുകയാണ്. 1 കുടം വെളുത്തുള്ളി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വലിയ പീസ് ജിഞ്ചറും കട്ട് ചെയ്ത് വെച്ചിരിക്കുക. 10-20 കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ഒണിയനും എടുത്തിട്ടുണ്ട്. അതിനെ റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഫുൾ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ 1-ാം പാലും 2-ാം പാലും റെഡിയാക്കി എടുക്കാം. കുക്കറിൽ വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് 1/4 വെന്തിട്ടുണ്ട്. അതിനെ നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മളൊരു പാൻ അടുപ്പേ വെച്ചിരിക്കുകയാണ്. അത് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഏലക്ക, കച്ചോലം ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അത് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ട്. ഇനി അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊച്ചുള്ളിനെ ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് ഓണിയനെ ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് ഇനി സ്വല്പം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചെറിയ സ്പൂണിന് 3 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്വല്പം ഗരം മസാല അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറു തീയിൽ അടച്ച് വെച്ച് കുറച്ച് നേരം ആവി കയറാനായിട്ട് അടച്ച് വെക്കാം. വേകാൻ ആവശ്യമായ 2-ാം പാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനെ ചെറു തീയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2-ാം പാൽ ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് അതിനൊന്ന് പതുക്കെ തുറന്ന് നോക്കാം. 2-ാം പാലിൽ ഒരു 10-15 മിനിറ്റ് തിളച്ച് നമ്മുടെ ഇതിൽ നിന്ന് നല്ല മണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏലക്കയുടെയും കറുവാപ്പട്ടയുടെയും എല്ലാം നല്ല രീതിയിൽ അത് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കിയപ്പോൾ കുറച്ചും കൂടെ വേകാനുണ്ട്. നമ്മൾ കുക്കറിൽ ബീഫിൽ വേവിച്ചിരുന്ന ആ വെള്ളം അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം കൂടെ നന്നായി തിളച്ച് മറിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം നന്നായി പറ്റിയിരിക്കുകയാണ്. അതെല്ലാം നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് നമുക്ക് 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് അതിൻ്റെ എരിവ് ഉപ്പും എല്ലാം നോക്കാം. കാരണം മപ്പാസിന് അധികം നമ്മൾ എരിവ് മുമ്പോട്ട് വെക്കാറില്ല. അധികം ആവശ്യത്തിന് എരിവ് അനുസരിച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചേർക്കാം. അതിനായിട്ട് പാനിൽ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വറ്റൽമുളക് ആഡ് ചെയ്യാം. നമ്മുടെ ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും അതും കൂടെ മൂപ്പിക്കുകയാണ്. അതിനകത്തോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ശരിക്കും മൂപ്പിച്ചെടുക്കാം. കടുക് ഇതെല്ലാം പൊട്ടിച്ച് ഇതെല്ലാം നന്നായി മൂത്തിരിക്കുകയാണ്. നമുക്കിതിനെ ബീഫ് മപ്പാസിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അത് അടച്ച് വെക്കാം കുറച്ച് നേരം. അതിനുശേഷം നമുക്കതിനെ സെർവിംഗ് ഡിഷിലോട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ ബീഫ് മപ്പാസ് റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത്